മലപ്പുറം കുന്നുമ്മലിലെ അമ്മച്ചിയുടെ കട. ഈ കട മാറ്റി നിർത്തി മലപ്പുറത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷവും നമുക്ക് പറയാൻ കഴിയില്ല. 10-30 വർഷക്കാലമായി ഈ കടയിൽ നിന്നുകൊണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ അനുഭവിച്ചതാണ് അമ്മച്ചി. ഈ ഒരു കാലയളവിനുള്ളിൽ ഒരുപാട് ഇലക്ഷൻ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു ചൂട് എങ്ങനെയാണ്? ഇപ്രാവശ്യമാണ് എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടും ചൂട് കൂടുതൽ. അത് എവിടെ എല്ലാ ഒരിക്കലും ഇല്ലല്ലോ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പം എല്ലാം ഇവരും ഇവിടെ തന്നെ. ഈ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ നിങ്ങൾ കച്ചവടമൊക്കെ കൂടുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ കച്ചവടം മാധ്യമ പ്രവർത്തകരല്ല. അതുപോലെ നിങ്ങളെല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, കോഴിക്കോടും പാലക്കാടും എല്ലായിടത്തെ മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ കടയിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആര് ജയിക്കും? എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ തുരുപ്പ് ചീട്ടാണ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടീൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി UDFന് വെക്കാനില്ല മലപ്പുറത്ത്. അപ്പോൾ അവർ അത്രയും അവസാനത്തെ തുരുപ്പ് ചീട്ടിറക്കി കളിക്കുമ്പോൾ ഒരു വോട്ട് പോലും കുറഞ്ഞാൽ അത് അവരെ നല്ലപോലെ ബാധിക്കും. അത് ജയിക്കും എന്നുള്ളതല്ല, അതിന് എത്ര വോട്ട് കുറയുന്നോ അത് UDFനെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 മാസമായി പിണറായി സർക്കാർ ഭരിക്കുന്നുണ്ട്. ആ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പ്? വളരെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞാപ്പക്കാനെ തോൽപ്പിക്കാൻ തൽക്കാലം ആരും വിചാരിച്ചാൽ നടക്കില്ല. മലപ്പുറത്ത് BJP ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ AC ബീഫ് സ്റ്റാളുകൾ തുടങ്ങുന്നൊക്കെയാണ്. എന്താ തോന്നുന്നത്? BJP ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് യഥേഷ്ടം കിട്ടുന്നുണ്ട്. അതിനൊന്നും BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ജയിച്ചാലും തോറ്റാലും. കുഞ്ഞാലിക്കുട്ടിക്ക് ഭൂരിപക്ഷം കുറയുന്നതാണല്ലോ ഒരു പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അത് എല്ലാ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ ഇന്ത്യ രാജ്യക്കാർ. 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രചാരണ വിഷയത്തിൽ ആരുടെ പ്രചാരണം ആയിരിക്കും കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ തോന്നുന്നു? UDFൻ്റെ പ്രചാരണമാണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ പ്രചാരത്തിൽ ഓടിയിട്ടുള്ളത്. എന്താണ് ഒരു പഴയ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനാണ് ഇവിടെ വേരോട്ടുള്ളത്. അതുകൂടി കണക്കിലെടുത്താണ് LDF ഒരു തവണ ജയിച്ചെങ്കിലും പിന്നീട് അത് ഫലവത്താൻ സാധ്യത ഉണ്ടായിട്ടില്ല. അത് ജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഫൈസലിന് അനുകൂലമായിട്ട് വല്ല തരംഗങ്ങളുണ്ടാവുമോ? ഫൈസലൊക്കെ അനുകൂലമായിട്ട് തരംഗം ഉണ്ടാവും എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ അതിനു വേണ്ടി ഒരുപാട് ആളുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.